ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാർത്തിക, സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ കൗൺസിലിംഗ് ചെയ്ത ഒരാളുടെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇതാണ് പറയാൻ പോകുന്നത്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരാൾ വന്നു. ഞാനൊരു സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ, കൂടാതെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറും കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് കൗൺസിലിംഗ് കേസുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരാൾ വന്നു. ആൾ വർക്ക് ചെയ്യുന്നത് മുംബൈയിലാണ്. അയാൾ ഫിനാൻഷ്യലി നല്ല ഹൈ ലെവലാണ്. നല്ല സ്നേഹസമ്പന്നയായ ഭാര്യ, 2 ആമക്കളിൽ ഒരാൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ കാനഡയിൽ പഠിക്കുന്നു. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഫാമിലിയാണ് അയാൾക്കുള്ളത്. ഭാര്യ ഭയങ്കര സപ്പോർട്ടീവാണ്. ഭാര്യ എഡ്യൂക്കേറ്റഡ് ആണ്, ഹൗസ് വൈഫാണ്. അപ്പം ഇതൊക്കെയാണ് അയാളെ ഫാമിലിനെ പറ്റി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, ബാക്കി എന്താണ് താങ്കളുടെ പ്രശ്നം എന്താണ്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്യുകയാണ്. മാസത്തിൽ 2 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ ലീവൊക്കെ കിട്ടും. ആവശ്യത്തിന് ലീവൊക്കെ കിട്ടും. അയാൾ വീട്ടിൽ വരും, ഭാര്യയായിട്ടൊക്കെ ഇരിക്കും, ടൂറൊക്കെ പോകും. അങ്ങനെയൊക്കെ ഒരു ഫാമിലി ലൈഫ് നയിക്കുന്ന ഒരാളാണേ. അപ്പോൾ ആളെന്നോട് പറഞ്ഞ പ്രശ്നം, അയാൾക്ക് മുംബൈയിൽ അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് ആൾക്ക് ഇഷ്ടം തോന്നി. ഈ പറയുന്ന ആൾക്ക് ഒരു 56-57 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. അപ്പം കൂടെ വർക്ക് ചെയ്യുന്ന ആ സ്ത്രീയോട് പുള്ളിക്കൊരു ഇഷ്ടം തോന്നി. അവർ മാരീഡായിരുന്നു. അവർക്ക് ഏകദേശം ഒരു 50 വയസ്സുണ്ടായിരുന്നു. അവർക്കും ഭർത്താവും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അവരും ഒരു ഇദ്ദേഹത്തെ പോലെ തന്നെ നല്ലൊരു ഫാമിലി ലൈഫ്, നല്ലൊരു ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ഇവർക്കും ഉണ്ട്. അപ്പം രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്തു. ഇവർ തമ്മിൽ പല സ്ഥലത്ത് പോവുകയും പല ഹോട്ടലുകളിൽ റൂം എടുത്ത് ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തു. പക്ഷെ ഇയാൾ വീട്ടിലൊന്നും അറിയാതെയാണ് ഇയാളിത് കൊണ്ടുപോകുന്നത്. ജോലിസ്ഥലത്ത് ഇയാൾ ഇങ്ങനെ ഒരു ബന്ധം പുലർത്തുന്നു. നേരെ ലീവൊക്കെ കിട്ടുമ്പോൾ വീട്ടിൽ വരുന്നു. വീട്ടിൽ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ഒന്നും അറിയാത്ത പോലെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഭാര്യനെ അയാൾ ഒരുപാട് പുകഴ്ത്തി കേട്ടോ പറയുന്നത്. ഈ കഥ പറയുമ്പോൾ തൊട്ട് എൻ്റെ ഭാര്യ നല്ല ഒരാളാണ്, എന്നെ ഒരുപാട് സ്നേഹിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ഇദ്ദേഹം ഇങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ അയാൾ പെട്ടുപോയി. അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, അങ്ങനെ ഒരു ദിവസം മക്കൾ ലീവിന് നാട്ടിൽ വന്നു. മക്കളെന്ന് പറഞ്ഞാൽ മൂത്തയാൾ, ദുബായിൽ വർക്ക് ചെയ്യുന്ന ആൾ ലീവിന് നാട്ടിൽ വന്നു. അപ്പം ഭാര്യയും മോനും ഉണ്ട് വീട്ടിൽ. ഇദ്ദേഹം ഈ സമയത്ത് ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഈ അഫെയറുമായിട്ട് വേറൊരു ഹോട്ടലിൽ ഒരു റൂമിലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഭാര്യ വീഡിയോ കോൾ ചെയ്യുക ഇദ്ദേഹത്തെ. അപ്പോൾ ഇദ്ദേഹം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഭാര്യ വിളിക്കുന്നു. ഇയാളെ പെട്ടെന്ന് പാനിക്കായി. ആദ്യമായിട്ടാണ് ഇവളുമായിട്ട് റൂമിലിരിക്കുമ്പം ഭാര്യ വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം കട്ടാക്കി വിട്ടപ്പം ഭാര്യ നോർമൽ കോൾ വിളിച്ചപ്പം ഇയാൾ ഫോൺ എടുത്തിട്ട് ഭാര്യ ചോദിച്ചു, എവിടെയാ ചേട്ടാ? ഭാര്യ ഭയങ്കര കാര്യമായിട്ട്, എവിടെയാ ചേട്ടാ, നമ്മുടെ മോൻ വന്നിട്ടുണ്ട്, അവൻ സർപ്രൈസ് ആയിട്ട്. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണത്തില്ലേ, ദുബായിലും കാനഡയിലൊക്കെ വർക്ക് ചെയ്യുന്ന മക്കൾ സർപ്രൈസ് ആയിട്ട് പേരൻസിൻ്റെ അടുത്ത് വരിക ലീവിനൊക്കെ. അങ്ങനെ അവൻ സർപ്രൈസ് ആയിട്ട് വന്നതാ. അപ്പം ആ സന്തോഷം വിളിച്ചറിയിക്കാൻ വേണ്ടി ഭാര്യ ഇദ്ദേഹത്തെ ഫോൺ വിളിച്ചതാണ്, മോൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, മോൻ വന്നല്ലേ, എന്നാൽ ഞാൻ ലീവ് പറഞ്ഞിട്ട് ഞാൻ വരാം എന്ന് ഇയാളും പറഞ്ഞു. പറഞ്ഞിട്ട് എന്നാൽ ശരിയടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫോൺ വെച്ചു. ഇയാൾ ഫോൺ വെച്ചു. പക്ഷേ ആക്ച്വലി ഫോൺ കട്ടായില്ലായിരുന്നു. ഇയാൾ ഫോൺ വെച്ചു എന്നുള്ള ഇതിൽ ഫോൺ അവിടെ ടേബിൾ വെച്ചു. ബാക്കി കൂടെയുള്ള ലേഡിയായിട്ട് സംസാരമൊക്കെ തുടർന്നു. വലിയ റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടു. അപ്പോൾ ഓപ്പോസിറ്റ് ഭാര്യ ഫോണിൽ കൂടി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഭാര്യ ഫോൺ വെച്ചില്ലായിരുന്നു. ഇദ്ദേഹം ഫോൺ കട്ടാക്കിയെന്നോർത്ത് എല്ലാം ഈ പെൺസുഹൃത്തുമായിട്ടെല്ലാം കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു, ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇടപെടുന്നു. ഈ സൗണ്ടും എല്ലാം ഭാര്യ ഇപ്പുറത്തൂടെ ഫോണിലൂടെ കേൾക്കുക, ഭാര്യയും മോനും കേൾക്കുക. ഇവർക്ക് ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായ ഹസ്ബൻഡിന് വേറൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായി. ഭാര്യ ഭയങ്കര ഷോക്കായിപ്പോയി. അങ്ങനെ അന്ന് രാത്രിയോ പിറ്റേ ദിവസം ഇയാൾ വീട്ടിലേക്ക് വന്നു, ലീവ് എടുത്ത് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഭാര്യയും മോനും എല്ലാം ഭയങ്കര അവർ ഭയങ്കര നിരാശയിൽ, ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരിക്കുക. അപ്പം ഇയാൾ ചോദിച്ചു, നിങ്ങളെന്താ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്? അപ്പം ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ആരുടെ കൂടെയായിരുന്നു? നിങ്ങൾ ഫോൺ കട്ടാക്കിയില്ലായിരുന്നു? ഞാനും മകനും എല്ലാം
കേട്ടു, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നിങ്ങൾ ഞങ്ങളെ ചതിക്കുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് എന്ത് കുറവാണ് വരുത്തിയിട്ടുള്ളേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ, നിങ്ങളുടെ മക്കളെ അതുപോലെ പൊന്നുപോലെ നോക്കി വളർത്തി ഒരു നിലയിലെത്തിച്ചില്ലേ, അങ്ങനെയൊക്കെ ഭാര്യയുടെ ന്യായം എല്ലാം പറഞ്ഞ് ഇരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന് തെറ്റ് പറ്റി. കാരണം ഇദ്ദേഹത്തിന് കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്നേഹിക്കുന്ന, ഇതുവരെ ഭാര്യയുടെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് സാധനം അയാൾക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടുന്ന ഭാര്യ, തൻ്റെ പേരൻസിനെയും മക്കളെല്ലാം നല്ല രീതിയിൽ നോക്കുന്ന ഭാര്യ, തന്നെ നല്ല രീതിയിൽ നോക്കുന്ന ഭാര്യ. ഈ ഭാര്യയെ ചതിച്ചതിൻ്റെ ഒരു കുറ്റബോധം അയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അയാൾക്ക് ഭയങ്കര കുറ്റബോധമായിപ്പോയി. ഇയാൾ ഭാര്യയോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്ക്, എനിക്കറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി, നീ ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഭാര്യ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല. കാരണം അത് ഏത് സ്ത്രീകളെ സംബന്ധിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്നോട് മിണ്ടത്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്, എനിക്കിങ്ങനെ നിങ്ങളുടെ ഈ മുഖം കണ്ടുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, തെറ്റ് എൻ്റെ ഭാഗത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പോയി. വേറെ ഏതോ ഒരു ഹോട്ടലിൽ ഇയാൾ ഒറ്റയ്ക്ക് റൂം എടുത്തിട്ട് ഇയാൾക്ക് ഭയങ്കര കുറ്റബോധമാണ്, ഭയങ്കര സങ്കടം. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, ഭാര്യയും മോനും എല്ലാം അറിഞ്ഞു ഇങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്ന്. ഭാര്യയും മോനും എല്ലാം അറിഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, മരിച്ചേക്കാന്ന് ഓർത്തു. എന്ന് പറഞ്ഞ് ഇയാൾ ഈ താമസിക്കുന്ന റൂമിൽ കുറേ മദ്യമെല്ലാം മദ്യം മേടിച്ചിട്ട് ഇയാൾ ലെറ്റർ എഴുതുക, ആത്മഹത്യക്കുറിപ്പ് എഴുതുക. എൻ്റെ ഭാര്യയ്ക്കും മകനെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കാൻ തയ്യാറായില്ല, ഞാൻ അതുകൊണ്ട് ഈ ലോകം വിടുക, ഞാൻ മരിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഇയാൾ ആത്മഹത്യാക്കുറിപ്പെല്ലാം എഴുതുന്നു. കൂട്ടത്തിൽ ഈ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഇയാൾ കുറേ മദ്യവും കഴിക്കുന്നുണ്ട്, കുറേ മദ്യം. ഇയാൾ എന്നോട് പറഞ്ഞത് ഇയാൾ ഇത്ര നാൾ കഴിച്ചതിനേക്കാൾ കൂടുതൽ മദ്യമാണ് അന്നത്തെ ദിവസം കഴിച്ചതെന്ന്. അങ്ങനെ കുറേ മദ്യം കഴിക്കുന്നു. മാത്രമല്ല ഇയാളും ഇയാളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറും തമ്മിലുള്ള വീഡിയോസ്, ഇവർ തമ്മിലുള്ള കാണാൻ കൊള്ളില്ലാത്ത വീഡിയോസ് ഇയാളുടെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ അതെല്ലാം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതുന്നുണ്ട്. എൻ്റെ ഫോണിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട്, ഞാൻ മരിച്ചാൽ പോലീസുകാരത് നിങ്ങളെ കാണിക്കും, പോലീസുകാരൻ വഴി നിങ്ങൾ അറിയുന്നത് എനിക്ക് താല്പര്യമില്ല, ഞാൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് അത് ഇപ്പം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ അയാൾ ഈ വീഡിയോ എല്ലാം ഭാര്യയ്ക്കും ഈ മൂത്ത മോനും അയച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ മരിക്കാനും പോവാന്നൊക്കെ കുറിപ്പൊക്കെ എഴുതി വെച്ചു. വാട്സപ്പിൽ ഒരു സന്ദേശം ഇട്ടു. ഇയാൾ ഫാനിൽ തുണിയെല്ലാം കെട്ടി. അത്രയും വരെ ഇയാൾക്ക് ഓർമ്മയുള്ളു. കാരണം ഇയാൾ ഈ മദ്യവെച്ചില്ലേ, ആ മദ്യത്തിൻ്റെ അളവ് കൂടി പോയിട്ട് ഇയാൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അയാൾ ഫാനിലൊക്കെ കെട്ടി. പിന്നെ അയാൾക്ക് ഓർമ്മയുള്ള അയാൾ യൂറിൻ പാസ് ചെയ്യാൻ ബാത്റൂമിൽ പോകും, ഇതൊക്കെ അയാൾ ഓർക്കുന്നുള്ളു. പിന്നെ അയാൾ കട്ടിലേ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഇതിനോടകം ഈ വാട്സപ്പിലുള്ള സന്ദേശവും വീഡിയോ എല്ലാം ഭാര്യയ്ക്കും മകനും കിട്ടി. അവർ അപ്പം നോക്കിയപ്പോൾ വീഡിയോയും കിടക്കുന്ന താഴെ അച്ഛൻ്റെ സന്ദേശം, ഞാൻ മരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ടെൻഷനായിപ്പോയി. ഇവർ ഭയങ്കര പാനിക്കായി. ഇവർ അപ്പോഴേ പോലീസിനെ അറിയിച്ചു. എല്ലാവരും കൂടെ ഇയാൾ താമസിക്കുന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ച് ആ റൂമിലേക്ക് ചെല്ലുന്നു. റൂമെല്ലാം കതകൊക്കെ തല്ലി പൊട്ടിച്ച് കയറുന്നു. അപ്പോൾ ഇവർ ഭാര്യയും മകനും ചിന്തിക്കുന്ന അച്ഛൻ മരിച്ചു എന്നുള്ള ഇതിലാണ് കയറി ചെല്ലുന്നത്. നോക്കുമ്പം ഇയാൾ കട്ടിലെ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുക, അത്രയും മദ്യം കഴിച്ചിട്ട്. പിന്നെ ഇവരെ പോലീസുകാരെല്ലാം ചേർന്ന ആളെ ഹോസ്പിറ്റലിലാക്കുന്നു, അവിടെ അഡ്മിറ്റ് ആക്കുന്നു. ഹോസ്പിറ്റലിലായി പിറ്റേ ദിവസമായപ്പോൾ ആൾക്ക് ബോധം വന്നപ്പോഴാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ എക്സ്ട്രാ മാരിറ്റൽ ഭാര്യ കണ്ടുപിടിച്ചതിൻ്റെ ആ ഒരു കുറ്റബോധം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ആ കാണാൻ പാടില്ലാത്ത വീഡിയോയും കൂടെ ഭാര്യയും മകനും കണ്ടല്ലോ എന്നൊരു കുറ്റബോധം കൂടി ഇയാൾക്കായിട്ട് ഇയാൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. വിഷമമെന്നല്ല പറയുക, അതിനെന്താ പറയുക, നാണക്കേടോ എന്തൊക്കെയോ ഫീൽ. എനിക്ക് ഭാര്യയുടെ മകൻ്റെ മുഖത്തിന് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കേസുമായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, എനിക്കിങ്ങനെ പറ്റിപ്പോയി, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആകെ തകർച്ചയിലാണ്. എനിക്ക് അവരെ ഫോൺ വിളിക്കാൻ പോലും മടിയാണിപ്പോൾ. അപ്പം ഞാനിതെല്ലാം കേട്ടിട്ട് ഞാൻ ആദ്യം മനസ്സിലോർത്ത്, ദൈവമേ, ഇത്രയും നല്ല ഫാമിലീനെ ഇട്ടിട്ട് ഇയാൾക്ക് ഈ പണിക്ക് വല്ലതും പോകേണ്ട കാര്യമുണ്ടോ? മര്യാദയ്ക്ക് ആ ഭാര്യനെയും പിള്ളേരെ നോക്കി ഇയാളുടെ കാര്യവും നോക്കി ജീവിച്ചാൽ പോരെ ഇയാൾക്ക്. ഞാൻ പിന്നെ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഭാര്യയെ പിന്നെ ഫോൺ വിളിച്ചോ? അപ്പം അയാൾ പറഞ്ഞു, ഞാൻ ഫോൺ വിളിച്ചില്ല, എനിക്ക് വിളിക്കാൻ മടിയാണ്, മകനെയും വിളിച്ചില്ല. അവർ നിങ്ങളെ ഫോൺ വിളിച്ചോ? ഇല്ല, അവരും വിളിച്ചില്ല, അവർ കാണാനും വന്നില്ല. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് പിന്നെ അവർ പോയി. ഇപ്പം അവരുടെ ഭാഗം നോക്കുവാണെങ്കിൽ എനിക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഏതൊരു സ്ത്രീക്കും മകനുമൊക്കെ അങ്ങനെ ഒരു രംഗം കണ്ടാൽ, സ്വന്തം അച്ഛൻ്റെ അങ്ങനെ ഒരു രംഗം കണ്ടാൽ ആർക്കും താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അവരെനിക്ക് പൂർണ്ണമായിട്ടും കുറ്റം പറയാനും പറ്റത്തില്ല.
ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വൈഫിൻ്റെ നമ്പർ എനിക്കിതാ, ഞാൻ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഞാൻ വൈഫിൻ്റെ നമ്പറൊക്കെ മേടിച്ചു വെച്ചു. പിന്നെ ഞാൻ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു കുറച്ച് കാര്യങ്ങൾ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വൈഫാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയെങ്കിൽ നിങ്ങളത് സഹിക്കുമോ? അപ്പം ഇയാൾ പറഞ്ഞു, ഇല്ല ഞാൻ സഹിക്കത്തില്ല, എല്ലാവരും എന്നോട് അത് തന്നെയാണ് പറയുന്നത്. ഞാനപ്പോൾ ഓർത്തു, ഈ എല്ലാവരും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവത്തേ ഉള്ളൂ, ഇവർക്ക് സ്വയം ചിന്തിക്കാനൊരു കഴിവില്ല. ഇപ്പോൾ വൈഫാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയെങ്കിൽ ഇവർ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ ഇവർ എടുത്തുചാട്ടം കൊണ്ട് ആ വൈഫിനെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തേ ഉള്ളൂ. ഇവർക്കൊരു ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. നേരെ മറിച്ച് ഇയാൾ ചെയ്തത് ഭാര്യ ക്ഷമിക്കണം, ഇതാണ് ഇയാളുടെ ആവശ്യം. ഞാൻ പറഞ്ഞ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോയത് ഇങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുതായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം എന്തിനാ കല്യാണം എന്നൊരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത്? ഇങ്ങനെ അനാവശ്യമായ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊന്നും പോവാതെ ഒരു ആണിനൊരു പെണ്ണ് തുണ, പെണ്ണിൻ്റെ ഒരു ആണ് തുണ, അതിൽ നിന്നുള്ള ഒരു അടുത്ത ജനറേഷൻ, ഇങ്ങനെ ഒരു വ്യവസ്ഥയിൽ പോകാൻ വേണ്ടിയാണ്, ഒരു ചിട്ടയോടെ പോകാൻ വേണ്ടിയാണ് നമ്മുടെ സൊസൈറ്റി കല്യാണം എന്നൊരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. ഇനി കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോകണമെങ്കിൽ നിങ്ങളത് വൈഫിനോട് ഓപ്പണായിട്ട് പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാന്യമായിട്ട് ഡിവോഴ്സ് മേടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. അല്ലാണ്ട് ഒരു ഫാമിലി നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷനിൽ പോകുന്നത് വളരെ തെറ്റാണ്, വലിയ തെറ്റാണ്. അത് നിങ്ങളുടെ വൈഫ് എന്തെങ്കിലും മോശമായിട്ടുള്ള സാഹചര്യം കൊണ്ടുനടക്കുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് നിങ്ങളെ ഇച്ചിരിയെങ്കിലും സപ്പോർട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇത്രയും നല്ല വൈഫ്, നിങ്ങൾ പോലും പറഞ്ഞു ഒരു നെഗറ്റീവും ഇല്ലാത്ത വൈഫ്, ഇത്രയും നല്ല മക്കൾ, അത് മാത്രമല്ല ഈ മക്കളുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചോ? ഇപ്പം നിങ്ങളുടെ ഈ വാർത്ത പുറത്ത് ആരെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങളുടെ മകന് നാളെ ഒരു നല്ലൊരു ആലോചന പോലും വരില്ല. കാരണം ആ പെൺകുട്ടി കയറി വരേണ്ട നിങ്ങളുടെ വീട്ടിലാണ്. ഭർത്താവിൻ്റെ അച്ഛൻ ഇങ്ങനെയാണെന്ന് ഒരു വാർത്ത അറിയുമ്പോൾ ഉറപ്പായിട്ടും ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. നിങ്ങളിങ്ങനെ വരും വരായികളൊക്കെ ചിന്തിക്കണം. ഇങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ മനസ്സിലായതുപോലെ തല കുലുക്കുക, എൻ്റെ തെറ്റാ മേഡം, എൻ്റെ തെറ്റാ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യനെ വിളിച്ചു കേട്ടോ. ഫോൺ വിളിച്ചു ഭാര്യയായിട്ട് സംസാരിച്ചു. ഭാര്യയ്ക്ക് നല്ല വിഷമമുണ്ട്. അവർ കുറേ കരഞ്ഞു. അവർ എന്നോട് പറയുന്നത് ഇത് തന്നെയാണ്, ഞാൻ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല, പിന്നെ എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കരഞ്ഞു. ഞാൻ ഭാര്യയോടും കുറേയൊക്കെ സംസാരിച്ചു. ഒരു തവണ നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടം, അവരുടെ വർത്തമാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹത്തെ അവർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, തിരിച്ച് ഭർത്താവിന് ഭാര്യനെ ഇഷ്ടമാണ്. രണ്ടുപേർക്കും അങ്ങോട്ട് ഇഷ്ടമുള്ള സ്ഥിതിക്ക് നിങ്ങൾ ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക. ഈ അബദ്ധങ്ങൾ, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. നിങ്ങളുടെ ഭർത്താവിന് അങ്ങനെ സംഭവിച്ചു പോയി, അത് ഏറ്റു പറഞ്ഞു. അത് നിങ്ങളെ ക്ഷമിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല മാഡം, എൻ്റെ മക്കൾ ഇതൊക്കെ അറിഞ്ഞല്ലോ എന്നൊരു സങ്കടം മാത്രമാണ്, അവർക്ക് അത്രയും വിഷമമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അത് സാരമില്ല, ഇപ്പം എന്തായാലും വരാനുള്ളത് വന്നുപോയി, ഇപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോയിക്കോളൂ. അപ്പം ഭാര്യ ഓക്കെ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, എനിക്ക് അത് തന്നെയാണ് താല്പര്യം, എനിക്ക് അദ്ദേഹത്തെ വിട്ടുകളയാൻ താല്പര്യമില്ല, പക്ഷേ ഇനി ഒരു തെറ്റ് സംഭവിച്ചാൽ എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തീരുമാനം ആയിരിക്കില്ല മാഡം, ഞാൻ ഉറപ്പായിട്ടും അദ്ദേഹത്തെ വിട്ടു പോകുമെന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫോണിലൊക്കെ സംസാരിച്ചു. അയാൾ ഭയങ്കര ഹാപ്പിയായി. ഹാപ്പി എന്ന് പറഞ്ഞാൽ അയാൾ അതുവരെ നിന്ന് ആ തകർന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി അയാൾ ഓക്കെ ആയി. ഭാര്യ സംസാരിച്ചല്ലോ എന്നൊരു ഇതായി. പിന്നെ അയാൾ ഹോസ്പിറ്റലിൽ തന്നെ ബാക്കി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഭാര്യയുടെ അടുത്ത് പോയി. കുറച്ച് നാളൊക്കെ ലീവായിരുന്നു അദ്ദേഹം. പിന്നെ ഞാൻ ഫോളോ അപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം ഹാപ്പി ആയിട്ടാണ് ലീവ് എടുത്തൊരു ട്രാവലിനൊക്കെ രണ്ടുപേരും ഒരുമിച്ച് പോയി വീട്ടിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു ഹാപ്പി ആയിട്ട് അവർ പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ്. ഞാനപ്പോൾ കുറേ ഇങ്ങനെ ചിന്തിച്ചേ, കാരണം നമുക്ക് ആരെയും നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് ഏതൊക്കെ രീതിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പുറമേ കാണുന്നൊരു ലൈഫല്ല ആരുടെ ഉള്ളിലും. ഇപ്പം ഇദ്ദേഹം പറയുമ്പം ഇദ്ദേഹത്തിന് വലിയ വീട്, നാട്ടിൽ തന്നെ നല്ല പേര് കേട്ട വീട്, നല്ല പാരമ്പര്യമുള്ള വീട്, നല്ല ഭാര്യ, മക്കൾ, സാമ്പത്തികമായിട്ട് ഉന്നതമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഒരു ചെറിയൊരു ഒരു മനസ്സിൻ്റെ ഒരു താളംതെറ്റിൽ മതി എല്ലാം തെറ്റിപ്പോവാൻ വേണ്ടി, എന്ന് വെച്ചാൽ എല്ലാം താഴെ വീഴാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു താഴെ വീണതിൽ നിന്നും അവർ പിന്നെ പയ്യെ ഒന്നിന്ന് കയറി വരിക ചെയ്തത്. അപ്പം
ഇതാണ് എൻ്റെ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതുപോലെ കുറേ കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കേസുകൾ, പല ടൈപ്പ് കേസുകൾ. അതൊക്കെ ഞാൻ ഇങ്ങനെ ഈ ചാനലിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.